തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് ഈ ഉത്തരവാദിത്വം നിന്ന് ഒഴിച്ചു മാറാൻ പറ്റില്ല. കാരണം കൊച്ചു കുട്ടികളടക്കമുള്ളവരെ ഈ 16 മണിക്കൂറും 18 മണിക്കൂറും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എന്നതുപോലെ പൂട്ടിയിട്ടതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിനാണ്, ദേവസ്വം ബോർഡിനാണ്. ദേവസ്വം മന്ത്രി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, യാതൊരു പ്രയാസവുമില്ലാത്ത തീർത്ഥാടന കാലമാണ്. ചില കേന്ദ്രങ്ങൾ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഇതിനെ കാണാൻ ശ്രമിക്കുന്നു, അത് ദൗർഭാഗ്യകരമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ തീർത്ഥാടകരുടെ എണ്ണം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം തമിഴ്നാട്ടിലുണ്ടായിട്ടുള്ള ഫ്ലഡും മറ്റു കാര്യമൊക്കെ ആയിരിക്കാം. പക്ഷേ തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞിട്ടും ദർശന സൗകര്യം കുറഞ്ഞത് എങ്ങനെയാണ് എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ അവിടെ വന്നിട്ട് 18 മണിക്കൂറോളം അല്ലെങ്കിൽ 16 മണിക്കൂറോളം ക്യൂവിൽ നിൽക്കേണ്ടി വന്നത്? അവർക്ക് അടിസ്ഥാന കാര്യങ്ങൾ നിറവേറ്റാൻ പോലും പറ്റാത്ത രീതിയിൽ കുടുങ്ങിപ്പോയത് എങ്ങനെയാണ്? അപ്പോൾ കൃത്രിമമായ ഒരു തിരക്ക് സൃഷ്ടിച്ചുവോ എന്ന് ബുദ്ധിയുള്ള ആരും ചിന്തിക്കും. അപ്പൊ കൃത്രിമമായ ഒരു തിരക്ക് സൃഷ്ടിക്കാൻ ദേവസ്വം ബോർഡിന് ആരുടെയെങ്കിലും ആജ്ഞ ഉണ്ടായിരുന്നോ? ആ ആജ്ഞയുടെ പിന്നിൽ എന്താണ് എന്നതാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് പരിശോധിക്കേണ്ടുന്ന വിഷയം. കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഡോക്ടർ ടി.പി. സെൻകുമാർ സാറും പറഞ്ഞിരുന്ന വിഷയം ഏകദേശം ഇതാണ്. അതായത് ഈ ഇത്തരത്തിലൊരു തിരക്ക് സൃഷ്ടിക്കുകയും ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സ്ഥലം പരിമിതി ഉണ്ടെന്നും അല്ലെങ്കിൽ അയ്യപ്പന്റെ ദർശന സമയം ഏതാണ്ട് 18 മണിക്കൂറോളം നീട്ടിയിട്ടും തിരക്ക് 16 മണിക്കൂറോളം ക്യൂ ഉണ്ട് എന്ന് കണ്ടാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് കേന്ദ്രത്തിനോട് അവകാശപ്പെട്ട് ഫോറസ്റ്റ് ലാൻഡ് കൂടുതൽ അനുവദിക്കുക, അതിലൂടെ അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമം നടത്തുക, അപ്പുറത്ത് എയർപോർട്ട് എരുമേലിയിൽ എയർപോർട്ട് കൊണ്ടുവരിക, 365 ദിവസവും അയ്യനെ കാണാനുള്ള സൗകര്യം ഒരുക്കുക. അങ്ങനെ അതുവഴി നമ്മുടെ കേരളിന്റെ സങ്കല്പം പോലെ വലിയൊരു കമ്മീഷൻ ഈ ഗവൺമെന്റിലെ ചില ആളുകൾക്ക് കണ്ണുണ്ടോ? അതുപോലെ ചില തൽപര കക്ഷികൾക്ക് അവിടെ എയർപോർട്ട് കൊണ്ടുവരാനുള്ള ഒരു കുത്സിത ശ്രമത്തിന്റെ ഭാഗമാണോ ഈ കൃത്രിമമായ തിരക്ക് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഒരു കാരണവശാലും കഴിഞ്ഞ തവണ ഇതിലേറെ തിരക്കുണ്ടായിരുന്നു എന്നത് വ്യക്തമാണല്ലോ. ഇതിലേറെ തിരക്കുണ്ടായിരുന്ന സമയത്ത് പോലും ഇത്രയധികം ആളുകളെ തടഞ്ഞു വെക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായില്ല. അപ്പോ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ മെഷീനറി അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം പരാജയപ്പെട്ടു എന്നത് അവർ പറയാതെ പറയുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം പരാജയപ്പെട്ടുവെങ്കിൽ കുറെ കൂടെ കഴിവുറ്റവരെ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത്? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കളഞ്ഞിട്ട് പോടേ എന്ന് പറയുന്നതാണ് ഇപ്പൊ ഉചിതം. നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ല, ഒന്നിനും കൊള്ളാത്തവനോട് കളഞ്ഞിട്ട് പോടേ എന്ന് പറയുന്ന പോലെ സർക്കാരിനോട് നമുക്ക് പറയേണ്ടി വരികയാണ്. ഇവിടെ വളരെ സ്പഷ്ടമായ ഒരു കാര്യം, അയ്യപ്പന്മാരെ പടി കയറ്റി വിടേണ്ടുന്ന പോലീസുകാരിൽ പലരും ഡ്യൂട്ടിക്കില്ല. വലിയ ഇടിയും അതിൽ സംഭവിച്ചിട്ടുണ്ട്. അവർ പറക്കും തളികയ്ക്ക് കാവൽ പോലീസായിട്ട് പോയിരിക്കുകയാണെന്നാണ് കേട്ടത്. ഇങ്ങനെ അങ്ങേയറ്റത്തെ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന, അതായത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് ആകെ കിട്ടുന്ന വലിയൊരു റവന്യൂ ആണ് ശബരിമലയിലത്. അതുപോലും വാങ്ങിയെടുക്കാനും ഭക്തർക്ക് സൗകര്യമൊരുക്കാനും കഴിയാത്ത കെടുകാര്യസ്ഥതയുടെ മൂർത്തിമത് ഭാവമായിട്ട് പിണറായി വിജയനും നമ്മുടെ PVയും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ജയലളിത ഭരിച്ചിരുന്ന കാലത്ത് ഇതുപോലെ ശബരിമലയിൽ ചില വിഷയങ്ങൾ ഉണ്ടായ സമയത്ത്, മുല്ലപ്പെരിയാറിന്റെ ഒക്കെ ആ വിഷയം നടക്കുന്ന സമയത്ത് അവര് തിരുവണ്ണാമലൈ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവലിംഗമായി അറിയപ്പെടുന്ന ആ ഗിരി, ആ അരുണാചലത്തിന് ചുറ്റും വളരെ സൗകര്യങ്ങൾ ഒരുക്കുകയും അവിടെ ഗിരിവലം ചെയ്യാനുള്ള പൗർണമിക്കുള്ള പാത ഒരുക്കുകയും മറ്റും ചെയ്തിട്ട് കുറെ അധികം ഭക്തന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കേരളത്തിലേക്ക് പോകുന്നത്? എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഗിരിവലം ചെയ്യുവാനുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ ഉത്സവമാണ് ഇതേ മാസത്തിൽ വരുന്ന, ഈ മണ്ഡലകാലത്തോടനുബന്ധിച്ച് തന്നെ വരുന്ന ഉത്സവമാണ് കാർത്തിക ദീപം തിരുവണ്ണാമലയിൽ. അപ്പൊ കാർത്തിക ദീപത്തിന് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി തമിഴ്നാട് സർക്കാർ ജയലളിതയുടെ കാലത്ത് അവിടെ പകരം ബദൽ സംവിധാനങ്ങളും വലിയ വലിയ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. അങ്ങനെ കുറെ ഭക്തന്മാര് ആ സീസണിൽ ശബരിമലയിൽ വരാതെ അവിടെ ഗിരിവലം ചെയ്യാൻ പോയതായിട്ട് എന്റെ അറിവിലുണ്ട്. ഇത് തമിഴ്നാട് സർക്കാരിന് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് പറ്റുന്ന ഒരു വലിയ വൈതരണിയാണ്. അവർക്ക് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ്. ആ അയ്യപ്പന്റെ, നമുക്കറിയാലോ, നമ്മുടെ മകനെ നമുക്ക് കാണണം, പക്ഷെ മകൻ ബോർഡിംഗ് സ്കൂളിലാണ് എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ അവർക്ക് അവരുടെ ഏറ്റവും കണ്ണിലുണ്ണിയായ അയ്യപ്പനെ കാണണം, പക്ഷെ അയ്യപ്പൻ ഇരിക്കുന്നത് ദുഷ്ടന്മാരുടെ കയ്യിലാണ്. യാതൊരു തരത്തിലും ഭക്തിയില്ലാത്ത, പണം മാത്രം കണ്ണുവെക്കുന്ന കഴുകന്മാരുടെ കയ്യിലാണ് അയ്യപ്പന്റെ വിഗ്രഹം ഇരിക്കുന്നത് എന്നൊരു വൈതരണി അവരനുഭവിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ കർണാടകത്തിൽ നിന്നും നേപ്പാളിൽ നിന്ന് വരെ നടന്നു വരുന്ന ആളുകളുണ്ട് ഇവിടെ അയ്യപ്പനെ കാണാൻ. ഇതുപോലെ ത്യാഗനിർഭരമായ വ്രതമെടുത്ത് ഒരു ദേവനെ കാണാൻ ഒരു മതത്തിലും ഇല്ലെന്ന് മാത്രമല്ല ഹിന്ദുമതത്തിനകത്ത് മറ്റൊരു ദേവസ്ഥാനത്തും ഇല്ലാത്ത അത്രയ്ക്ക്
ഭക്തിയും ത്യാഗവും അനുഭവിക്കുന്ന ഭക്തരാണ്. ഓൾറെഡി അവർ കല്ലും മുള്ളും താണ്ടി വരുന്നവരാണ്. ഇവിടെ ഇവര് പറയാണ്, നിങ്ങൾ കല്ലും മുള്ളും താണ്ടാൻ റെഡിയാണല്ലേ, എന്നാൽ 16 മണിക്കൂർ അവിടെ കെടാ എന്ന് പറയാണ്. ഇപ്പൊ ക്രൂരതയ്ക്ക് മേലെ ക്രൂരത ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഈ സർക്കാർ മനസ്സിലാക്കുന്നില്ല. അതായത് അൺലൈക്ക് അതർ ടെമ്പിൾസ്, മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ അയ്യപ്പന്റെ ക്ഷേത്രത്തിലെ പ്രത്യേകത, അവിടെ അയ്യപ്പൻ തന്നെയാണ് ഓരോ രൂപത്തിലും ഓരോ നാട്ടിൽ നിന്നും വരുന്നത്. മാലയിട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി സാക്ഷാൽ അയ്യപ്പ സ്വാമിയാണ്. ഇപ്പൊ നമ്മൾ അക്ഷരാർത്ഥത്തിൽ പൂട്ടിയിട്ടിരുന്നത് ആരെയാണ്? മാളികപ്പുറം ദേവിയെയും അയ്യപ്പ സ്വാമിയും തന്നെയാണ് 16 മണിക്കൂർ കേരള സർക്കാർ ദേവസ്വം ബോർഡ് പൂട്ടിയിട്ടിരുന്നത്. ഈ കൃത്രിമമായ തിരക്കുണ്ടാക്കിയത് എനിക്ക് ആദ്യമേ സംശയമുള്ള കാര്യമാണ്. ഒരു പ്രത്യേക സ്ഥലത്ത് തടഞ്ഞു വെക്കുക, നിലയ്ക്കൽ നിന്ന് വാഹനം വിടാതിരിക്കുക, അതായത് ക്ഷേത്ര ദർശനത്തിന് വരുന്ന ആളുകൾക്ക് പരമാവധി പീഡ ഏൽപ്പിച്ചിട്ട് അവരിനി വരാതിരിക്കട്ടെ എന്നതാണോ, അതോ ഇനി അവർ വരണമെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ വനഭൂമി കിട്ടണം, കേന്ദ്ര സർക്കാർ അനുവദിക്കണം, എയർപോർട്ട് അനുവദിക്കണം, 365 ദിവസവും ഇത് തുറന്നിട്ടിട്ട് കൂടുതൽ ഭക്തന്മാർ വരട്ടെ, സ്പിരിച്വൽ ടൂറിസം നടക്കട്ടെ, അങ്ങനെ പണം ഉണ്ടാവട്ടെ എന്നതാണോ ചിന്ത? അത്തരമൊരു സ്വാർത്ഥ ചിന്ത ഇതിന്റെ പിന്നിൽ ഉണ്ടെങ്കിൽ ഒരു സാധാരണ അയ്യപ്പ ഭക്തൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ആ പദ്ധതി പാളിപ്പോവുകയും ഭാവിയിൽ കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെ ഇത് പൊയ്പോവാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഏതായാലും ഗവർണറെ തല്ലാൻ നടക്കുന്നുണ്ട്, മിക്കവാറും ഭരണം പോലും പോകുന്ന ഒരു അവസ്ഥയാണ്. വിഡ്ഢികളെ പറഞ്ഞയച്ചിട്ട് ഗവർണറെ വഴിയിട്ട് ആക്രമിക്കാൻ നോക്കുന്ന ആളുകളാണ്. അപ്പൊ അവർ അയ്യപ്പ ഭക്തരെ വില വെക്കുമോ? ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന, വലിയ സ്ഥാനത്തിരിക്കുന്ന ഗവർണറോട് പോലും പുച്ഛമുള്ള ഒരു സർക്കാർ പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാരോട് എന്തെങ്കിലും കാരുണ്യം കാണിക്കുമെന്ന് നിങ്ങളോ ഞാനോ കരുതുകയില്ലല്ലോ. അപ്പൊ ഇതിന് വളരെ കൃത്യമായ ഒരു ആസൂത്രണമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഒരു സ്പിരിച്വൽ ടൂറിസത്തിലേക്ക് മെല്ലെ മെല്ലെ ശബരിമലയെ നീക്കാനും അടുത്ത തവണയാകുമ്പോഴേക്കും മികച്ച സൗകര്യങ്ങൾ എന്ന പേരിൽ അനാവശ്യ വികസനങ്ങൾ കൊണ്ടുവരികയും പണം അടിച്ചു മാറ്റുകയും, നമുക്കറിയാലോ അവിടെ പടിക്കെട്ടുകൾ, പമ്പ തുളുമ്പി വരാതിരിക്കാൻ പടിക്കെട്ട് കെട്ടിയിട്ട് പാർലേജി ബിസ്ക്കറ്റ് പോലെയാണ് ആ പടിക്കെട്ടുകൾ ഒഴുകിപ്പോയത്. അത്ര കെടുകാര്യസ്ഥതയും വികസനത്തിന്റെ അടിസ്ഥാന വിവരം പോലും ഇല്ലാത്തവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രത്യാശിക്കാം, ഈ സർക്കാരിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ശബരിമല എത്രയും പെട്ടെന്ന് മോചിപ്പിക്കോട് മാത്രമേ ഉള്ളൂ. അതായത് റിലീസ് ശബരിമല ഫ്രം ദീസ് ഡാർക്ക് ഫോഴ്സസ്. ഈ ദുഷ്ടശക്തികളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ അയ്യപ്പന്മാർക്ക് ദുരിതം കൂടിക്കൂടി വരികയുള്ളൂ എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി.